രാജ്യത്തെ ജനങ്ങളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് വീണ്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വമ്പൻ നീക്കം. ഇന്ത്യക്കാരുടെ വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന 10 ലക്ഷം കിലോ സ്വർണം പുറത്തെടുത്ത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അടിമുടി മാറ്റിമറിക്കാനുള്ള അതിനിർണായക പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രൂപം നൽകുന്നത്. വീടുകളിലെ അലമാരകളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വർണത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പിനുള്ള ഇന്ധനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സ്വർണം പണമാക്കൽ പദ്ധതി അഥവാ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം പരിഷ്കരിച്ച് വീണ്ടും അവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. 10 ഗ്രാം മുതൽ എത്ര തൂക്കത്തിലുമുള്ള സ്വർണവും നിശ്ചിത കാലത്തേക്ക് നിക്ഷേപിച്ച് ആകർഷകമായിട്ടുള്ള പലിശ വരുമാനം നേടാനും കാലാവധി കഴിഞ്ഞാൽ അതേ തൂക്കത്തിലുള്ള സ്വർണമായോ അപ്പോഴത്തെ വിപണി വിലയിലോ തിരികെ ലഭിക്കാനും വഴിയൊരുക്കുന്നതാണ് ഈ പദ്ധതി. 10 ലക്ഷം കിലോ സ്വർണം ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് വിപണിയിൽ എത്തിക്കാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻപ് ബാങ്കുകൾക്ക് മാത്രമായിരുന്നു സ്വർണം ശേഖരിക്കാൻ അനുമതി ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ കൂടുതൽ ജനകീയമാക്കുന്നതിനായി രാജ്യത്തെ ജ്വല്ലറികളെയും സർക്കാർ ഇതിൽ ഉൾപ്പെടുത്തിയേക്കും. സാധാരണക്കാർക്ക് തങ്ങളുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന സ്വർണത്തിൽ നിന്ന് മികച്ച പലിശ വരുമാനം നേടാനുള്ള സുവർണ അവസരം കൂടിയാണിത്. ഈ വമ്പൻ നീക്കത്തിന് പിന്നിൽ അതിശക്തമായിട്ടുള്ള രാജ്യസ്നേഹപരമായ ഒരു സാമ്പത്തിക ലക്ഷ്യം കൂടിയുണ്ട്. രാജ്യത്തേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി നിയന്ത്രിക്കാനും ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനുമായി സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യ സ്വർണ്ണ ഇറക്കുമതിക്കായി ചെലവഴിച്ചത് $7,240 കോടി. എന്നാൽ ഈ പുതിയ പദ്ധതിയിലൂടെ രാജ്യത്തെ വീടുകളിലുള്ള സ്വർണ്ണ ശേഖരത്തിന്റെ വെറും 5% പുറത്തെടുത്ത് റീസൈക്കിൾ ചെയ്യാൻ കഴിഞ്ഞാൽ സ്വർണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്താൻ കഴിയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുവഴി വിപണിയിലെ പണലഭ്യത 8.5 ലക്ഷം കോടി രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കാനും രാജ്യത്തിന് സാധിക്കും. 2015 ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാനുമായി ഈ പദ്ധതി സർക്കാർ അവതരിപ്പിച്ചിരുന്നെങ്കിലും 10 വർഷം കൊണ്ട് വെറും 38 ടൺ സ്വർണം മാത്രമായിരുന്നു അന്ന് ലഭിച്ചത്. ഇതിനിടയിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നതും നിക്ഷേപിച്ചവർക്ക് ഉയർന്ന വിലയും 2% പലിശയും നൽകേണ്ടി വന്നതുമൊക്കെ സർക്കാരിന് ബാധ്യതയുണ്ടാക്കിയതോടെ കഴിഞ്ഞ വർഷം ഈ പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ മുൻകാല പാളിച്ചകൾ പരിഹരിച്ച് കൂടുതൽ ആകർഷകമായ പലിശ നിരക്കുകളോടെയാണ് ഈ പദ്ധതി ഇപ്പോൾ പുതിയ രൂപത്തിൽ തിരിച്ചെത്തുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് സാമ്പത്തികമായി പൂർണ്ണ സ്വാശ്രയത്വം നേടുക എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പ്രായോഗികമാകുന്നത്. വിദേശ നാണയം ചോർന്നു പോകുന്നത് തടയാനും രാജ്യത്തെ ഓരോ ഭവനങ്ങളെയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാക്കി മാറ്റാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ മാസ്റ്റർ സ്ട്രോക്ക് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ചുവടുവെപ്പായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.